കുന്നംകുളി സ്വദേശികളായ കോശിക്കും ഭാര്യ ജോഷിയയ്ക്കും ഏക ആശ്രയം ഓട്ടോറിക്ഷ ഡ്രൈവറായ മകൻ സ്കറിയയായിരുന്നു. മത്സ്യസംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്ന കോശിക്ക് 2 വർഷം മുൻപാണ് മസ്തിഷ്കാഘാതം സംഭവിച്ചത്. പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടി വന്നതോടെ ജോലിക്ക് പോകാൻ പറ്റാതായി. ഭാര്യ ജോഷിയയ്ക്ക് സ്തനാർബുദം കണ്ടുപിടിച്ചതോടെ അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടിവന്നു. ഇതിനിടയിലാണ് ഓട്ടോ തൊഴിലാളിയായ മകന് നട്ടെല്ലിന് ഗുരുതര രോഗം ബാധിച്ചത്. ഇതോടെ കുടുംബത്തിന്റെ സർവ്വ പ്രതീക്ഷകളും തകർന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കിയത് മകൻ ജോലി ചെയ്തായിരുന്നു, ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു. എന്നാൽ അവനും കൂടി രോഗം വന്നപ്പോൾ ഞങ്ങൾക്ക് താങ്ങാനാവുന്നതായില്ല. കാരണം അവൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും 3 പേരും രോഗികളായി. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു. നീര് വന്ന് കൈയും കാലുമെല്ലാം വീർക്കാൻ തുടങ്ങി. ഒപ്പം സഹിക്കാനാകാത്ത വേദനയും. എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഉപജീവന മാർഗവും സ്കറിയയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി. ചൂടുവെള്ളം ഒഴിച്ച് അറിയത്തില്ല, തൊട്ടാൽ അറിയത്തില്ല, സൂചി കുത്തിയ പോലും അറിയാത്ത കണ്ടീഷനായി പോയി. കാലത്രയും തളർന്ന് ബലശേഷി നഷ്ടപ്പെട്ടു പോയി. ഡിസ്ക് പ്രൊലാപ്സ് L5S1 ഗ്രേഡ് 3 ആയിപ്പോയി. ഡോക്ടർ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറേ അടുത്തുനിന്ന് പൈസ കടം വാങ്ങി അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പോഴും കാല് പൂർണ്ണമായിട്ട് ബലം വന്നിട്ടില്ല. സുമനസുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. വീട് വിറ്റാൽ എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് ഏതെങ്കിലും വാടക വീട് നോക്കണമെന്നാണ് മറുപടി. എന്നാൽ വാടകയ്ക്കുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല. വലിയൊരു തുക മാസത്തിൽ ഏകദേശം 30,000 രൂപയിലേറെ ഇവരെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നാട്ടുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനത്തിൽ ചെറിയ തുക ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടുംബം നീങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.